ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തെടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ദാ വരുന്നേ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ദാ വരുന്നേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയ നിറഞ്ഞിടമേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയ നിറഞ്ഞിടമേ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനേ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനേ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് 4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. 1 സങ്കീർത്തനം 2 വാക്യം, ഫിലിപ്പിയ ലേഖനം 3:1, 1 സങ്കീർത്തനം 2 വാക്യം ആവർത്തിക്കുന്നു. എബ്രായ ലേഖനം 12:3. ഈ 4 വാക്യങ്ങളിൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അനുഗ്രഹവും നന്മയും സന്തോഷവും ആനന്ദവും ജീവിതത്തിൽ ദൈവവുമായുള്ള സജീവ ബന്ധം ആഴമാകുന്നതിനും നമ്മെ സഹായിക്കുന്ന ആശയങ്ങളാണ് ഉള്ളത്. 1 സങ്കീർത്തനം 2 വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ഫിലിപ്പിയ ലേഖനം 3 വാക്യം കർത്താവിൽ സന്തോഷിക്കുക. പ്രിയമുള്ളവരെ, ഈ ലോകം സന്തോഷം തരുന്നതല്ല. ദുഃഖത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും ഒക്കെ ലോകമാണ് ഇത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണാടക പുനരുത്ഥാനം വിശ്വസിച്ച് ഒരു ദൈവ പൈതലായി തീർന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ചൂടേറിയ ഈ മരുഭൂപ്രയാണത്തിൽ ജീവിത പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ ഈ വചനത്തിൽ സന്തോഷിക്കുക. ആനന്ദം തരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം, അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മറ്റ് ഒന്നിലും സന്തോഷിക്കുവാൻ പൂർണ്ണളവിൽ കഴിയില്ല. എന്നാൽ ദൈവവചനം, അതിൽ സന്തോഷിക്കുവാൻ സ്വർഗം നമുക്ക് അനുവാദം തന്നിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ നമ്മുടെ സന്തോഷം വർദ്ധിക്കും. ഈ വചനത്തിൽ സന്തോഷിക്കുക. 2 കാര്യം ഫിലിപ്പിയ ലേഖനം 3:1 അത് കർത്താവിൽ സന്തോഷിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും പ്രതിസന്ധികൾ നിരവധിയുണ്ട്, പ്രയാസങ്ങളൊക്കെ ഈ ലോകത്തുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായ ജീവിത അനുഭവങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നത് കർത്താവിലാണ്. കാരണം കർത്താവ് ഈ ലോകത്തെ ജയിച്ച വ്യക്തിയാണ്. കർത്താവ് അനുഭവിച്ചതുപോലെയുള്ള ഒരു പ്രതിസന്ധിയും ലോകത്തിലെ ഒരു മനുഷ്യനും അന്നോ ഇന്നോ ഒരിക്കലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അതിൽ അതിജീവിച്ച് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന കർത്താവിൽ സന്തോഷിക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും മാനുഷികമായ സന്തോഷങ്ങൾ, ജയപരാജയങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ ജയമുള്ളപ്പോഴാണ് സന്തോഷിക്കുന്നത്. അതുപോലെ ഭൗതികമായ നന്മകളുള്ളപ്പോഴാണ് ലോകത്തിന് സന്തോഷിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും, അനുകൂലമായിക്കൊള്ളട്ടെ പ്രതികൂലമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും
കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ഇത് ഭൗതിക നന്മകളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചുള്ളതല്ല. ഭൗതിക നന്മകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹൃദയത്തിൽ അനുഭവിക്കുന്ന അവസ്ഥയാണിത്, കർത്താവിലുള്ള സന്തോഷം. അതുകൊണ്ടാണ് പ്രവാചകനായ ഹബക്കൂക്ക് പറയുന്നത്, എൻ്റെ മൃഗസമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും, എൻ്റെ കൃഷി അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് ആനന്ദിക്കുവാനുള്ളത് എൻ്റെ കർത്താവിലാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ നമുക്കുള്ളതിലോ ഒന്നും ആനന്ദിക്കുവാൻ പൂർണ്ണളവിൽ കഴിയില്ല. എന്നാൽ നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിൽ സന്തോഷിക്കാം. അതിനാണ് നമ്മെ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ ആനന്ദിച്ച് മുന്നേറാം. ഈ 1-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ അതിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നു, കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 2-ാമത്തെ ആശയം ഇവിടെ പറയുന്നത് വചനം ധ്യാനിക്കുക. എന്താണ് വചനം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ, നമ്മുടെ ശത്രുക്കളെക്കാൾ നമ്മെ ബുദ്ധിമാന്മാരാക്കുന്ന, നമ്മുടെ ഗുരുക്കന്മാരെക്കാൾ നമ്മെ ബുദ്ധിമാന്മാരാക്കുന്ന, വയോധികന്മാരെക്കാൾ വിവേകം നൽകുന്ന, ദൈവഭക്തി നമ്മിൽ വർദ്ധിപ്പിക്കുന്ന, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ദൈവവചനം. വചനത്തെക്കുറിച്ച് നിരവധി ആശയങ്ങൾ തിരുവെഴുത്തിലുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ആ വചനം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് ധ്യാനിക്കേണ്ടി വരുന്നത്? ധ്യാനിക്കുമ്പോഴാണ് അത് നമ്മുടെ ഹൃദയത്തിൽ അതിൽ രസിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അത് ധ്യാനിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട്. മറ്റൊരു വാക്ക് എബ്രായ ലേഖനം 12:3 കർത്താവിനെ ധ്യാനിക്കുക. വചനം ധ്യാനിക്കണം, അതിലൂടെ കർത്താവിനെ ധ്യാനിക്കണം. എന്തിനാ കർത്താവിനെ ധ്യാനിക്കുന്നത്? എബ്രായ ലേഖനകാരൻ പറയുന്നു, വിശ്വാസ ജീവിതത്തിൽ ഉള്ളിൽ ക്ഷീണിക്കുവാനുള്ള സാധ്യതകളുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന കാലത്ത് നാം ധ്യാനിക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്. എന്തുകൊണ്ടാണ്? ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി. പാപികളാൽ തനിക്ക് നേരിട്ട അനേക വിരോധങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം സഹിച്ച് വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന നമ്മുടെ കർത്താവിനെ നാം ധ്യാനിക്കണം. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ക്ഷീണം തോന്നുമ്പോൾ, വേദന തോന്നുമ്പോൾ, സങ്കടം തോന്നുമ്പോൾ, മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതെല്ലാം നമ്മേക്കാൾ ശക്തമായി അനുഭവിച്ച ഒരു കർത്താവുണ്ട്. കർത്താവ് അതിനെ ജയിച്ചു, അവയെ ജയിച്ചു. അതുകൊണ്ട് നാം കർത്താവിനെ ധ്യാനിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിൽ സന്തോഷിച്ചും കർത്താവിൽ സന്തോഷിച്ചും, വചനം ധ്യാനിച്ചും കർത്താവിനെ ധ്യാനിച്ചും സന്തോഷകരമായി നമുക്ക് മുന്നേറാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആനന്ദകരമായി തീരും. ആ ആനന്ദകരമായ ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ചിന്തകൾ അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിനെ ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക, കർത്താവിൽ സന്തോഷിക്കുക, വചനത്തിൽ സന്തോഷിക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.